ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ പ്രവാചകനായ ഏലീശയുടെ നാവിലൂടെ ഒരു കരയുന്ന സ്ത്രീയോട്, പുറമേയുള്ള കരച്ചിൽ മാത്രമല്ല, ഉള്ളു മുഴുവൻ കരഞ്ഞ് കലങ്ങി സങ്കടപ്പെട്ട് വിഷമിച്ച് വലിയ പരവേശത്തോടെ ഓടി വരുന്ന ഒരു സ്ത്രീയോട് തൻ്റെ ശിഷ്യനെ അയച്ചിട്ട് ചോദിച്ചു, സുഖമായിരിക്കുന്നുവോ? ബാലന് സുഖമുണ്ടോ? ഭർത്താവ് സുഖമായിരിക്കുന്നുവോ? നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളിലൂടെ ദൈവം തന്നെ ജനത്തോട് സംസാരിക്കാറുണ്ട്, പ്രവാചകന്മാരിലൂടെ സംസാരിക്കാറുണ്ട്. തനിക്ക് വേണ്ടി വേർതിരിച്ച തൻ്റെ പ്രിയ മക്കളിലൂടെ ദൈവം മറ്റുള്ളവരോട് സംസാരിക്കും. നേരിട്ട് കർത്താവ് സംസാരിക്കുന്ന അനുഭവം ലഭിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവമുള്ള ദൈവമക്കളുണ്ട്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഏത് വിധേനയും കർത്താവ് മനുഷ്യരോട്, തൻ്റെ മക്കളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്ര ആർദ്രതയുള്ള ഒരു ദൈവം, സ്നേഹം നിറഞ്ഞ ഒരു കർത്താവ്, അതാണ് യേശു ക്രിസ്തു. സുഖമായിരിക്കുന്നുവോ? നമ്മുടെ വ്യക്തിപരമായ സുഖം അന്വേഷിക്കുന്നു. ഭർത്താവിന് സുഖമുണ്ടോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സുഖം അന്വേഷിക്കുന്ന ദൈവം. ബാലന് സുഖമുണ്ടോ? നമ്മുടെ തലമുറകൾക്ക് പോലും സുഖമാണോ എന്ന് അന്വേഷിക്കുന്ന നല്ല ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നമുക്ക് യേശുവിൻ്റെ പാദത്തിലേക്ക് അടുത്തിരിക്കാം, ചേർന്നിരിക്കാം, അമർന്നിരിക്കാം. യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് ആശ്വാസമാണ്. എവിടെയും ഇരിക്കുന്നതിലും ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നതിലും അത്യന്തം ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ പാദത്തിലിരിക്കുക. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ ആശ്വാസം ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, ഒരു ഉറപ്പും ധൈര്യവും കിട്ടും, ഒരു സംതൃപ്തി കിട്ടും, ഞാൻ അപ്പനുള്ള മകനാണെന്നുള്ള ഒരു ബോധ്യം കിട്ടും. ആരെല്ലാം എനിക്കെതിരാണെങ്കിലും, ആരെല്ലാം എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും. നമുക്ക് ആ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ജീവനുള്ള ദൈവം. നാം അത് ചിന്തിച്ചു തുടങ്ങി. ഇനിയും വേദപുസ്തക അടിസ്ഥാനത്തിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം ഭരിക്കട്ടെ, നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, നമ്മെ ശരിയായ പാതയിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ, തിരുവചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, അല്ല ഒരു സാക്ഷ്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ ഇഷ്ടം ഒന്നും നടക്കണ്ട, എൻ്റെ ഹിതം വേണ്ട, ശുശ്രൂഷയിൽ എൻ്റേതായ ഒരു ആലോചന വേണ്ട, എൻ്റേതായ ഒരു ബുദ്ധി വേണ്ട, എൻ്റേതായ ഒരു കഴിവ് വേണ്ട, എൻ്റേതായ ആലോചനകൾ വേണ്ട, എൻ്റേതായ വിഷയങ്ങളും വേണ്ടപ്പോൾ. ഏതെല്ലാം വിഷയം പ്രിപ്പയർ ചെയ്താലും പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. എല്ലാം മാറ്റി അവിടുത്തെ പ്രിയ മക്കൾക്ക് ഏതാണോ ഏറ്റവും പ്രയോജനം അത് വെളിപ്പെട്ട് വരണമേ എന്നാണ് ഞാൻ പലപ്പോഴും, അല്ല എപ്പോഴും തന്നെ ശുശ്രൂഷയ്ക്കിരിക്കുമ്പോഴും ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറ്. ഇന്നും അതാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഏതാനും കാര്യങ്ങളൊക്കെ പറയുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല കാര്യം. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നടക്കണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവനോ വളരണം, ഞാനോ കുറയണം. യേശു ഉയരണം, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. നമുക്കതിനു വേണ്ടി കാതോർക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ് പറയുന്നത്: കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും എന്ന് പരസ്പരം പറഞ്ഞു. 3 സഹോദരിമാർ പരസ്പരം ചോദിക്കുന്ന, തങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ആദ്യത്തെ ഭാഗം മുതൽ നാം വായിക്കുമ്പോൾ നമുക്കറിയാം, ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയും യാക്കോബിൻ്റെ അമ്മ മറിയും ശലോമയും ചെന്ന് യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ വാതിക്കൽ ചെന്നു. യേശുവിനെ കബറടക്കിയതായ
ആ കല്ലറയുടെ വാതുക്കൽ അതിരാവിലെ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെല്ലുകയാണ്. ആ സഹോദരിമാരുടെ ഉള്ളിൽ യേശുവിനോട് സ്നേഹം, യേശുവിനോട് അടുപ്പം. അതേ, യേശുക്രിസ്തുവിനോട് നമ്മുടെ ഉള്ളിൽ സ്നേഹം കത്തിയാൽ നാം ഇറങ്ങി പുറപ്പെടും. അത് ഏത് മേഖലയാണെങ്കിലും, ദൈവവേലയ്ക്കാണെങ്കിലും, അനേകരെ ശുശ്രൂഷിക്കാനാണെങ്കിലും, അനേകരെ സഹായിക്കാനാണെങ്കിലും, സുവിശേഷ വേലയ്ക്കാണെങ്കിലും, ഏതെല്ലാം മേഖലകളിൽ ദൈവികമായ പദ്ധതികൾക്ക് നാം ഇറങ്ങി പുറപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം കത്തണം. അങ്ങനെ കത്തണമെങ്കിൽ യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നാം തിരിച്ചറിയണം. ഈ സഹോദരിമാർക്ക് മനസ്സിലായി, യേശു ഒരു തിന്മയും ചെയ്യാതിരുന്നിട്ടും നന്മ മാത്രം ചെയ്തിട്ടും യേശുവിനെ ക്രൂശിച്ചു, മാറി മാറി വിസ്തരിച്ചു. കയ്യാഫാവിൻ്റെയും ഹന്നാവിൻ്റെയും ഹെരോദാവിൻ്റെയും അതുപോലെ തന്നെ പീലാത്തോസിൻ്റെ അരമനകളിൽ മാറി മാറി വിസ്തരിച്ചു. അവസാനം പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ആ സഹോദരിമാർക്ക് വാസ്തവമായി മനസ്സിലായി, യേശു തെറ്റ് ചെയ്തുകൊണ്ടല്ല യേശു ശിക്ഷയേറ്റത്, മറിച്ച് ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ ശാപങ്ങളും ഞങ്ങളുടെ ബന്ധനങ്ങളുമാണ് യേശു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചുവന്നൊഴിച്ചത്. ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കാൻ കാരണം യേശുവിൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ ആ പട്ടണത്തിലേക്കും പാവിനിയായ സ്ത്രീയായ മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സഹോദരിമാരും യേശുവിനെ കാണാൻ ഓടുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം, നമ്മുടെ ഉള്ളകാലം യേശുവിൻ്റെ സ്നേഹത്താൽ നാം പിടിക്കപ്പെടണം, യേശുവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ എല്ലാ ശുശ്രൂഷകളും. ആരെയും ബോധിപ്പിക്കാനായിരിക്കരുത്, ആരെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനമോ മാനമോ പദവിയോ ലഭിക്കാനാകരുത്, മറ്റൊരു വെസ്റ്റേൺ ഇൻഡസ്ട്രിയിൽ ആയിരിക്കരുത് നമ്മുടെ ശുശ്രൂഷകൾ. പണമാകരുത്, പ്രശസ്തിയാകരുത്, മറ്റൊന്നുമാകരുത്. എന്നെ സ്നേഹിച്ച എൻ്റെ നാഥനോടുള്ള നിർമ്മല സ്നേഹത്തിൽ വേണം നമ്മുടെ ഓരോ ശുശ്രൂഷയുടെ ചുവട്ടടികൾ. കർത്താവിന് സ്തോത്രം. അവരെ മുന്നോട്ട് പോയി, പക്ഷേ അവരുടെ ഉള്ളിലും ചോദ്യങ്ങളുണ്ട്. അതേ, നാം കർത്താവിന് വേണ്ടി മുന്നോട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ വരാം. കർത്താവേ, എൻ്റെ കാര്യം ആര് നോക്കും? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും? ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയാൽ ഞാൻ എടുത്തുകൂട്ടിയ ബാങ്ക് ലോൺ അത് എങ്ങനെ EMI അടയ്ക്കും? കർത്താവ്, കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? 100 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലും വരാം. ഇതാ വലിയൊരു ചോദ്യം ആ സഹോദരന്മാരുടെ ഉള്ളിൽ വരികയാണ്. അവർ ചിന്തിക്കുമ്പോൾ കല്ലറയുടെ വാതുക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നവർ കണ്ടതാണ്. ഈ കല്ല് ആര് മാറ്റും? ന്യായമായൊരു ചോദ്യം അല്ലേ? ഈ കല്ല് മാറിയിട്ട് വേണം അവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യുവാൻ, കർത്താവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ പൂശുവാൻ. പക്ഷേ വലിയൊരു നന്മയ്ക്ക് മുന്നിൽ ഇതാ വലിയൊരു കല്ലിരിക്കുന്നു. ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക നന്മകൾ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലേ? ഒരു രോഗസൗഖ്യം ലഭിക്കണം, കടബാധ്യത മാറണം, അല്ലെ ഒരു പ്രതിസന്ധി മാറണം, പ്രശ്നം മാറണം, ഒരു വീട് പണിയണം, ഒരു വാഹനം വാങ്ങണം, എനിക്കൊരു നല്ല സ്ഥിരമായൊരു വരുമാനം ലഭിക്കണം. ഇങ്ങനെ 100 ആവശ്യഭാരങ്ങളുള്ള ജീവിതമല്ലേ മനുഷ്യജീവിതം. അങ്ങനെ ഇവരും ആഗ്രഹിച്ചു, ഈ കല്ലൊന്നു മാറിയാൽ രക്ഷപ്പെട്ടു, ഈ പ്രശ്നമൊന്നു മാറിയാൽ രക്ഷപ്പെട്ടു. അനേകം പ്രശ്നങ്ങളാവുന്ന കല്ലുകളുടെ മുമ്പിൽ അനേകരിന്ന് അമ്പരന്ന് നിൽക്കുകയാണ്. പ്രശ്നങ്ങളുടെ മുമ്പിൽ അമ്പരന്ന് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു തനതായ ചിത്രമാണ് ഇവിടെ ഈ പ്രിയ സഹോദരിമാരുടെ വാക്കിലൂടെയും അവരുടെ മനോഭാവത്തിലൂടെയും വെളിപ്പെട്ടു വരുന്നത്. ഈ കല്ല് ആര് മാറ്റും? നാം മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, താൻ പാറയിൽ വെട്ടിയിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വെച്ചുവെന്നും കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി എന്നും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇവര് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നടന്നു. കർത്താവിന്റെ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ വാക്യം, അവർ നോക്കിയപ്പോൾ, ജസ്റ്റ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് നോക്കിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അതേറ്റവും വലുതായിരുന്നു. അവരതങ്ങനെ പറഞ്ഞിട്ട് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിരാശപ്പെട്ടിരിക്കുകയത് അല്ല ഇത്, അവർ മുന്നോട്ട് നോക്കി.
നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പ്രൊവിഷനിലേക്ക് നാം നോക്കണം. നാം നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി തളർന്നിരിക്കുകയല്ല, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുകയല്ല, നാം മുന്നോട്ട് നോക്കണം. എവിടെയാണ് നോക്കേണ്ടത്? മുന്നോട്ട് നോക്കണം. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. നാം മുന്നോട്ട് നോക്കണം. എങ്ങോട്ട് നോക്കണം? ക്രിസ്തുവിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ഈ ഭൂമിയിലെ മനുഷ്യരിൽ നിന്നല്ല, സ്വന്തക്കാരിൽ നിന്നല്ല, കൂട്ടായ്മക്കാരിൽ നിന്നല്ല, സഭാവിശ്വാസികളിൽ നിന്നല്ല, മറ്റേ എൻ്റെ ഏതെങ്കിലും പ്രിയ സ്നേഹിതരിൽ നിന്നല്ല, കൂടെ പഠിച്ചവരിൽ നിന്നല്ല. സഹായം വരുന്ന പർവ്വതം അത് യേശുവാണ്. യേശുവിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതേ പ്രിയരെ, നമുക്ക് സഹായം ചെയ്യുന്നവൻ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരല്ല, വാക്കുമാറുന്ന മനുഷ്യരല്ല. സഹായം വരുന്നൊരു പർവ്വതം തന്നെയുണ്ട്. ആ പർവ്വതത്തിൽ നിന്ന് സഹായം വന്നാലേ തീർന്നു പോകുകയില്ല. മനുഷ്യൻ്റെ ബലഹീനമായ കരത്തിൽ നിന്നും ഒരു ചെറിയ സഹായം കിട്ടിയാലും മോനെ നിൻ്റെ പ്രയാസം തീരുകയില്ല, നിൻ്റെ ബുദ്ധിമുട്ട് തീരുകയില്ല. നീ ഇന്നും മനുഷ്യൻ്റെ കയ്യിലേക്ക് നോക്കുന്നു. അയ്യോ, എനിക്ക് ഇച്ചിരൂടെയൊക്കെ ഒന്ന് സഹായം കിട്ടിയെങ്കിൽ, എന്നെ അവരൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഇത്രയൊക്കെ ഉള്ള മനുഷ്യർ, നല്ല പൈസയൊക്കെ ഉള്ളവരൊക്കെ എന്നെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ. നോ, ആ ആറ്റിറ്റ്യൂഡ് തെറ്റാണ് മോനെ. നീ നോക്കേണ്ടത് എത്ര സഹായിച്ചാലും തീരാത്ത പർവ്വതത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ എടുത്താൽ തീരും, അളന്നാൽ തീരും. പക്ഷേ അളന്നാലും കൊടുത്താലും തീരാത്തൊരു പർവ്വതമുണ്ട്. അതാണ് സഹായം വരുന്ന പർവ്വതം, ക്രിസ്തുവാകുന്ന പർവ്വതം. അവർ ഭാഗ്യവശാൽ അവർ മുന്നോട്ട് നോക്കി വലിയൊരു അത്ഭുതം കണ്ടു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അതേറ്റവും വലിയതായിരുന്നു. കർത്താവിന് സ്തോത്രം. മറ്റൊരു ഭാഗത്ത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ദൂതനിറങ്ങി നമുക്ക് വേണ്ടി കല്ലുരുട്ടും. മോനെ, നീ ഭൂമിയിൽ ജീവിക്കുകയായിരിക്കും. നീ നിൻ്റെ നിസ്സാരതയിൽ കൊച്ചു വീട്ടിൽ നിൻ്റെ കൊച്ചു സ്വപ്നങ്ങളുമായി നീ ചെറിയ കാര്യങ്ങളുമായി ഇരിക്കുകയായിരിക്കും. പക്ഷേ മോനെ, നീ ഈ ഭൂമിയിൽ ചെറിയവനാണെങ്കിലും നിനക്ക് വേണ്ടി സ്വർഗം തൻ്റെ ദൂതനെ അയക്കും. പാവപ്പെട്ട സഹോദരിമാർ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അവർ ചെറിയവരാണ്, നിസ്സാരരാണ്. യേശുവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുമ്പോൾ തന്നെ നിസ്സാരത്വമാക്കി കളയും. അങ്ങനെയുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയ ആ പ്രിയ സഹോദരന്മാർക്ക് വേണ്ടി ഇറങ്ങിയത് റോമൻ പടയാളികളല്ല, യഹൂദന്മാരുടെ ഭടന്മാരല്ല, അവിടെയുള്ള മറ്റാരുമല്ല ഇറങ്ങി വന്നത്. സ്വർഗത്തിലെ ദൂതനിറങ്ങും. ഞാനൊരു ദൂതൻ നിങ്ങളോട് പറയാം. നിങ്ങൾ യേശുവിൻ്റെ രക്ഷിതാമുക്തമായി സ്വീകരിച്ച് നിങ്ങൾ യേശുവിൻ്റെ വചനമനുസരിച്ച് യേശുവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം ഇറങ്ങുന്നത് സ്വർഗം തൻ്റെ ദൂതനെ അയക്കും. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകം അനുഭവങ്ങളുടെ സമ്പത്ത് മുന്നിൽ നിരത്തി വെച്ചുകൊണ്ടാണ് ഞാൻ ആ നന്ദിയോടെയാണ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. എൻ്റെ കർത്താവ് സഹായിച്ച വിധങ്ങൾ, കർത്താവ് നടത്തിയ വഴികൾ, ഒന്നിലും ഭാരപ്പെടാതെ, ഒന്നിലും തളരാതെ, ഒന്നിലും നിരാശപ്പെട്ടു പോകാതെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും യേശു സഹായിച്ചത് എനിക്കറിയാം. ഞാനത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തരളിതമാകും. ഞാനത് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഈർണണിയും. എൻ്റെ യേശു നടത്തിയ വിധങ്ങൾ, യേശു കരം പിടിച്ച് നടത്തിയത്, തൻ്റെ ദൂതനെ അയച്ചത്, അപകടങ്ങൾ മാറ്റിയത്, ആവശ്യങ്ങളുടെ സമയത്ത് തുറച്ചു നോക്കി നിന്നപ്പോൾ ഓടി വന്ന് കർത്താവ് സഹായിച്ചത്, എല്ലാം ഞാൻ നന്ദി ഓർത്തുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളാരും തളരരുത്. നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും, ഒരുപാട് പ്രാർത്ഥനകൾക്കും ഒരുപാട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതുണ്ടാകും. എന്നാലും മകനെ തളരരുത്, പ്രിയമകളെ തളരരുത്. നിന്നെ കർത്താവ് സഹായിക്കും, നിന്നെ കർത്താവ് ഉയർത്തും, നിന്നെ വളർത്തും. നിന്റെ മുമ്പിലുള്ള സകല കല്ലുകളും മാറ്റി നിനക്ക് പുതിയ പാത തുറന്നു തരും, പുതിയ വാതിലുകൾ തുറന്നു തരും. ഇന്ന് അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, അത് ചിലപ്പോൾ ചില ജോലിയുടെ വാതിലുകളാകാം, ചില സാമ്പത്തിക നന്മയുടെ വാതിലുകളാകാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവർ ആത്മീയമായി വരേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളാകാം. ഏത് കല്ലുകളാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് മാറ്റിത്തരാൻ യേശുവിന് കഴിയുമെന്ന് ഈ സദ്വർത്തമാനം ഞാൻ നിങ്ങളോട് പറയട്ടെ. അവർക്ക് കല്ല് മാറ്റുക അസാധ്യമായിരുന്നു. എന്നാൽ അസാധ്യമായ ആ കല്ല് മാറി ദൂതൻ ഉരുട്ടി മാറ്റി. പ്രിയപ്പെട്ടവരെ,
അന്ന് ദൂതൻ കല്ല് മാറ്റിയെങ്കിൽ ഇന്ന് മകനെ നിനക്ക് വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്ന് കല്ല് മാറ്റും. മകനെ നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വന്ന് നിന്റെ മുമ്പിലുള്ള കല്ലുകളെ മാറ്റി നിനക്ക് പുതിയ വഴി തുറന്നു തരും. ഈ നല്ല സമയം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രത്യാശയുള്ളവരാകൂ, ധൈര്യമുള്ളവരാകൂ. തടസ്സങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി നിരാശപ്പെട്ടിരിക്കാതെ ചാടി എഴുന്നേറ്റ് സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച്, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ച് തരുമെന്ന ആ നിർണയത്തോടെ, ഉറപ്പോടെ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് പ്രവർത്തിക്കും, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ നല്ല സദ്വർത്തമാനം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് എഴുതി തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ അനേക പ്രതിസന്ധികളുടെ മുമ്പിലിരിക്കുന്ന അവിടുത്തെ പ്രിയ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രാജാധിനായ കർത്താവേ, അത് അനേകം കല്ലുകൾ മുന്നിൽ നിൽക്കുന്നു. അത് ചില രോഗത്തിൻ്റെ ബാധയാണ്, ചില പണത്തിൻ്റെ ഞെരുക്കമാണ്, ചില കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ചില കല്ലുകളാണ്. കർത്താവേ, ആത്മീയമായി മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ചില പാപത്തിൻ്റെ കല്ലുകളാണ്. ഇങ്ങനെ അനേക കല്ലുകൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന അവിടുത്തെ പ്രിയ മക്കളുടെ മുന്നിൽ നിന്നും കല്ലുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില കല്ലുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രശ്നങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ മാറി ദൈവജനത്തിന് സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള പുതുവഴികൾ തുറക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൂതനിറങ്ങി കല്ല് മാറ്റും, ദൂതനിറങ്ങി കടം മാറ്റും, ദൂതനിറങ്ങി രോഗം മാറ്റും, ദൂതനിറങ്ങി പ്രതിസന്ധികൾ മാറ്റും. മറക്കല്ലേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.